വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിട്ട് രാഷ്ട്രീയമായി തളർത്തിക്കളയാമെന്ന് ആരും വിചാരിക്കേണ്ടെന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞെന്ന് നെഞ്ചുവിരിച്ചു പറയാൻ തനിക്ക് യാതൊരു മടിയുമില്ലെന്നും ധൈര്യമുണ്ടെങ്കിൽ പോയി കേസ് കൊടുക്കുമെന്നും പരസ്യമായി വെല്ലുവിളിക്കുകയാണ് മന്ത്രി പി.കെ. ബഷീർ. രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുന്ന വ്യാജ പോസ്റ്റർ വിവാദത്തിലും മുന്നണിയിലെ നിർണായക രാഷ്ട്രീയ നീക്കങ്ങളിലും മാധ്യമങ്ങൾക്ക് മുന്നിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുമായാണ് മന്ത്രി തുറന്നടിക്കുന്നത്. താൻ പറയാത്ത കാര്യങ്ങൾ തൻ്റെ പേരിൽ വെച്ചുകെട്ടി സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ പോസ്റ്ററുകൾ നിർമ്മിച്ച് പ്രചരിപ്പിക്കുന്ന എതിരാളികൾക്കെതിരെ അതിരൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ തനിക്കൊട്ടും ഭയമില്ലെന്നും നാട്ടിലൊരു നിയമ സംവിധാനം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇത്തരം വ്യാജന്മാർക്കെതിരെ ശക്തമായ കേസുകളുമായി മുന്നോട്ട് പോകുന്നതെന്നും പി.കെ. ബഷീർ തറപ്പിച്ചു പറയുന്നു. താൻ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ആരെയും പേടിക്കേണ്ടതില്ല എന്ന ഉറച്ച ബോധ്യമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഉടനീളം നിഴലിക്കുന്നത്. ഉപ്പ് തിന്നവൻ ആരായാലും അവൻ വെള്ളം കുടിച്ചേ തീരൂ എന്ന ശക്തമായൊരു രാഷ്ട്രീയ പഴഞ്ചൊല്ല് ഓർമ്മിപ്പിച്ചുകൊണ്ട് കുറ്റം ചെയ്തവർ ആരായാലും അവൻ അർഹിക്കുന്ന ശിക്ഷ വാങ്ങണം എന്ന നിലപാടിൽ ഒരിഞ്ചു പോലും പിന്നോട്ടില്ല എന്നാണ് മന്ത്രി ബഷീർ വ്യക്തമാക്കുന്നത്. ഈ വ്യാജ പോസ്റ്റർ വിവാദത്തിനപ്പുറം വരാനിരിക്കുന്ന പുതിയ മദ്യനയവുമായി ബന്ധപ്പെട്ട് UDF-നകത്തും ഘടകകക്ഷികൾക്കിടയിലും തർക്കങ്ങളുണ്ട് എന്ന വാർത്തകളോടും അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്. മുന്നണിയിലെ പ്രധാന കക്ഷിയായ മുസ്ലിം ലീഗിൻ്റെ യഥാർത്ഥ അഭിപ്രായം എന്താണെന്ന ചോദ്യത്തിന് ഓരോ പാർട്ടിക്കും തങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. എന്നാൽ മദ്യനയത്തിൻ്റെ കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനമെടുക്കുന്നത് മുന്നണി സംവിധാനം പൂർണ്ണമായി ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും. ബജറ്റിലോ ഫിനാൻസ് ബില്ലിലോ ടാക്സുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അല്ലാതെ അതൊരു പൂർണ്ണമായ മദ്യനയമല്ല. ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലും പാർട്ടി ലീഡർഷിപ്പും ഒന്നിച്ചു കൂടിയാലോചിച്ച് വ്യക്തമായ ഒരു അഭിപ്രായം മുന്നണിയിൽ രേഖപ്പെടുത്തും. അതേസമയം നിയമസഭയ്ക്കകത്തും പുറത്തും വലിയ സംവാദങ്ങൾക്ക് വഴിവെച്ച PM ശ്രീ പദ്ധതിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും വിട്ടുവീഴ്ചയില്ലാത്ത മറുപടിയാണ് പി.കെ. ബഷീർ നൽകുന്നത്. നമുക്കതൊന്നു കണ്ടു നോക്കാം. മിനിസ്റ്റർ പറയാത്തൊരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞൊരു പോസ്റ്റർ പ്രചരിപ്പിക്കുകയും അതിൽ പലർക്കെതിരെയും കേസെടുക്കുകയും ചെയ്യുന്നുണ്ട്. നിയമ നടപടി തുടരും. ഞാൻ പറഞ്ഞെങ്കിൽ അറിയാം. എനിക്ക് അതിനൊന്നും യാതൊരു മടിയില്ല. അത് ഞാൻ പറയാത്തത് എതിരാളികൾ വെച്ച് പിന്നെ കേസ് കൊടുക്കണ്ടേ? പിന്നെ നാട്ടിൽ നിയമ സംവിധാനം വേണ്ടേ? അങ്ങനെ ആകുമ്പോഴല്ലേ ഈ വ്യാജ പ്രചരണം നിൽക്കുള്ളൂ. അതാണ് എൻ്റെ പ്രശ്നം. അതിൽ ഇന്നതൊന്നുമില്ല. ആരാണ് കുറ്റം ചെയ്തത് ഒരു ശിക്ഷിക്കപ്പെട്ടോട്ടെ, ഉപ്പ് നിന്നാൻ വെള്ളം കുടിച്ചോട്ടെ. എൻ്റെ പേരിൽ ഇപ്പോൾ ഒരാൾ പറയണ്ട. പക്ഷേ എനിക്കെന്നെ പറയാൻ കഴിയുമല്ലോ അത്യാവശ്യം നന്നായിട്ട്. അതല്ല, അതൊക്കെ UDF ചർച്ച, അത് പാർട്ടി കാര്യങ്ങളൊക്കെ തീരുമാനിക്കും. UDF-ലെ ഘടകകക്ഷി നേതാക്കൾ ഓരോ പാർട്ടിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നത് വളരെ വ്യക്തമായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് UDF കൂടി തീരുമാനിക്കും. അതിൽ വേറെ വിഷയങ്ങളൊന്നുമില്ല. അതല്ലല്ലോ PNC മുന്നോട്ട് പോകുന്ന പറഞ്ഞില്ലല്ലോ. അസംബ്ലിയിൽ ഞങ്ങളുടെ ബഹുമാന വിദ്യാഭ്യാസ മന്ത്രി സംസു ആ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് ഒരു കൂട്ടർ ഒപ്പുവെച്ച് എല്ലാ കത്തിയും കഴുത്തും അവിടെ കേന്ദ്രത്തിന് കൊടുത്തിട്ട് പിന്നെ ഇവിടെ വന്നിക്കാണ്ട് അതിനാണ് പിന്മാറിയത്. അത് ക്യാപ്റ്റൻ എബൻസർ തൽക്കാലം മാറ്റിയേക്കണം എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ അതിൻ്റെ നാനാ വശങ്ങൾ പഠിക്കണം എന്നാണ്. ഒരു വിഷയം വരുമ്പോൾ ഒരു ഫയൽ വരുമ്പോൾ പറയില്ലേ? ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അവർ സബ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. 7 മാസം ഒപ്പിട്ടിട്ട് 7 മാസമായിട്ട് കഴിഞ്ഞ പിണറായി സർക്കാർ സബ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ആ സബ് കമ്മിറ്റി ഒരു മീറ്റിംഗ് കൂടിയില്ല. അതൊന്നുമില്ല. ബഡ്ജറ്റ് അത് ഫിനാൻസ് ബില്ലിൽ ടാക്സ് വരുന്ന കാര്യങ്ങളാണ്, അല്ലാതെ വേറൊന്നുമില്ല. അത് നയം എന്താണെന്നുള്ളത് UDF കൂടിയിട്ട് തീരുമാനിക്കുള്ളൂ. അത് വളരെ വ്യക്തമാണ്. അത് ഓരോ പാർട്ടിനോടും അവരുടെ അഭിപ്രായം ചോദിച്ച് UDF കൂടിയിട്ട് ഒരു അഭിപ്രായം അതിന് പറയും. മുസ്ലിം ലീഗിന്റെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി പാർട്ടി നേതൃത്വം പറയും. അത് ഞങ്ങൾ കമ്മിറ്റി കൂടിയിട്ട് പറയും.